ഈ പട്ടികളൊക്കെ എത്ര വില? പല വിലക്കുണ്ട്. പടവലൊക്കെ ഉണ്ടാന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പടവലോന്നല്ല, പട്ടിയൊക്കെ പല വിലയാന്ന്. ഏത് ബ്രീഡാ വേണ്ടത്? വീടൊന്നും വേണ്ട, ഒരെണ്ണം ഉണ്ട്. പട്ടി മതി. ഏതിനമാ വേണ്ടതെന്ന്? ബുൾഷീറ്റ് വേണ്ട. അതേത്? കടിക്കുന്ന പട്ടി. പിറ്റ്ബുള്ളാണോ? ആ, ഷിറ്റ്ബുള്ള്. ജർമ്മൻ ഷെപ്പേർഡ് എടുക്കട്ടെ? മലയാളി ഒന്നുമില്ലേ? എനിക്ക് ജർമ്മൻ ഭാഷ അറിഞ്ഞൂടാ. ഞാൻ പറയുന്ന അതിനും അത് പറയുന്ന എനിക്ക് മനസ്സിലാവണ്ടേ. ലവ് ബേർഡ്സിന് എന്താ കൊടുക്കേണ്ടത്? തിന്നാൻ എന്താ കൊടുക്കേണ്ടതെന്ന്. അതാ പറഞ്ഞത്, തിന കൊടുക്കാൻ. ഇവിടെ ആമയുണ്ടോ? ഇല്ല. എന്ത്? അല്ല, വീട്ടിലൊരു മുയലുണ്ടായിരുന്നു. ചുമ്മാ ഇരിക്കുമ്പോ ഓട്ട മത്സരം നടത്താം. കുരങ്ങാണോ? ഞാൻ ഉള്ളപ്പോ വേറൊന്നിനെയും കൂടെ അച്ഛൻ വീട്ടിൽ കയറ്റൂല. ഇയാൾക്ക് എന്താ ജോലി? ഷിപ്നെറ്റ് ബിസിനസ്. എന്ന് വെച്ചാ? കപ്പലണ്ടി കച്ചവടം. ഇവിടെ അടുത്ത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ ലാബ് ഉണ്ടോ? ജംഗ്ഷനിലുണ്ട്. എന്ത് പറ്റി? അനിയെ ലാബ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അതൊരു പട്ടിയുടെ പേരാണ്. പട്ടി എന്താ ലാബ് ടെക്നീഷ്യൻ ആണോ? മറ്റേ പേരില്ലാത്ത പട്ടി കൊള്ളാമോ? ഏത്? ഡാഷ്. തത്ത സംസാരിക്കാതിരിക്കാൻ എന്താ ചെയ്യ? ഒരെണ്ണം വീട്ടിലുണ്ട്. വാ തുറന്ന തന്തയ്ക്ക് വിളിയ. പട്ടിക്ക് കാര്യമായി എന്തെങ്കിലും കൊടുക്കണം. വീടും പേരേടോ അച്ഛന്റെ പേരില്ല. ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. കൂടുണ്ടോ? കൂടാം. എത്ര ഷെയർ? എന്തിന്? കൂടുന്നുണ്ടോന്നല്ലേ? വീട്ടില് കൂടുണ്ടോന്ന്? വേട്ടാവളിയന്റെ ആണോ? പട്ടിക്കുണ്ടോന്ന്? അയ്യോ, പട്ടി വീട്ടിലത്തേക്കല്ല. പിന്നെ? ഗൾഫിലെ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനുള്ളതാ. ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് കയറ്റി വിടാൻ. പിടിച്ചിരുന്നോണേ മോനെ. ഛർദിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ എയർ ഹോട്ട്സ്റ്റാറിനോട് പറഞ്ഞാ മതി. എന്റെ പാസ്പോർട്ടിന് കീറാതെ കൊണ്ടുവരണേടാ. ഇയാൾക്ക് ഭ്രാന്താണോ? ഭ്രാന്തുള്ളവർ കൊടുക്കുന്നതാണോ പാസ്പോർട്ട്? ഇയാൾക്ക് ഇവിടെ പട്ടി തരില്ല. ജർമ്മൻ ഷാപ്പ് ഇവിടെ മാത്രമൊന്നുമല്ലല്ലോ, വേറെ കടയിലും കിട്ടും. ഫ്ലൈറ്റ് മിസ്സാവും, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. മോനെ ജെർമു, ഇനി നിനക്ക് വിശക്കുമ്പോ ഈ മരത്തിനെ പിടിച്ചിട്ടാണ് കേട്ടോ. മലയാളം അറിഞ്ഞൊരു പട്ടിയും